ഇന്നത്തെ വിശേഷം കോയമ്പത്തൂരിലെ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ടൈം വരികയാണ്. ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. യോഗിയുടെ ഈ ഒരു വലിയൊരു സ്റ്റാച്യു അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. ഇത് നമ്മൾ കാറ് ഡ്രൈവ് ചെയ്തിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് എത്താം. പിന്നെ പാർക്കിങ്ങിലിട്ടിട്ട് നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. ഭയങ്കര റിലാക്സേഷൻ പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ നമ്മളെ ഇവിടെ ഒരു യോഗ സെൻറ്ററും കൂടിയിട്ടുണ്ട്. ഈ യോഗ സെൻറ്ററിന് സർപ്പവാസൽ എന്നാണ് അതിൻ്റെ ആ എൻട്രൻസിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്, അതിൻ്റെ മീനിങ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഞാൻ പിന്നെ കാണിക്കാം. ഫസ്റ്റ് നമ്മൾ യോഗിയുടെ അടുത്താണ് പോയത് കേട്ടോ. ഇവിടെ ഒരു പീസ്ഫുൾ പ്ലേസ് ആയിട്ട് തോന്നി. കാരണം ഒരുപാട് ആൾക്കാർ വന്നിട്ട് അവിടെ ആരാധിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ വന്ന സമയത്തുണ്ടല്ലോ ഭയങ്കര ഒരു പീസ്ഫുൾ, ഒരു വലിയൊരു സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഏക്കർസിലാണ് ഈ ഒരു സ്റ്റാച്യു നിൽക്കുന്നത് കേട്ടോ. ഇവിടെ ചുറ്റും മലനിരകളും ഒക്കെ ആയിട്ടുള്ള ഒരു ഭയങ്കര വിശാലമായ ഒരു പ്ലേസ്. എനിക്കിതിനെ കുറിച്ചിട്ട് വലിയ ആധികാരികമായി പറയാനൊന്നും അറിയില്ലെങ്കിലും പക്ഷെ കണ്ടപ്പോൾ വലിയൊരു അത്ഭുതമായിട്ട് തോന്നി. കാരണം തൊട്ടടുത്ത് വന്ന് നിന്ന് കാണുമ്പോൾ എന്തൊരു വലിയ വലുപ്പമുള്ള സ്റ്റാച്യു ഞാൻ ആദ്യമായിട്ട് കാണാണ്. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ നടക്കാൻ വയ്യ. കാരണം നമ്മൾ പാർക്കിംഗ് സ്പേസിൽ നിന്ന് ഒരുപാട് നടന്നിട്ടാണ് ഇതിൻ്റെ അടുത്തേക്ക് എത്തിയത്. പിന്നെ നമുക്ക് തിരിച്ച് നടക്കാനുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നില്ല. അത്രയും ഒരുപാട് സ്ഥലമുണ്ട് നമുക്ക് മെയിൻ എൻട്രൻസിലേക്ക് എത്താൻ. അപ്പോൾ അവിടെ കാളവണ്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലാണ് നമ്മൾ യാത്ര ചെയ്തിട്ടാണ് അവിടേക്ക് പോവാം. അതിലൊരു ചെറിയൊരു ടിക്കറ്റ് ഫീസ് എടുത്തു കഴിഞ്ഞാൽ പോകാൻ പറ്റും. അപ്പം മോൾക്ക് ഭയങ്കര സങ്കടം, കാളനെ എന്തിനാണ് അടിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഇത്ര ലോഡ് വെച്ച് പോകുമ്പോൾ ഒന്ന് സ്ലോ ആവുമ്പോൾ കാളൻ്റെ മേലൊന്ന് വടി വീശും. അതിനാണ് അവൾ പറഞ്ഞത്. ഇതാണ് ഇഷ യോഗ സെൻറ്റർ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മൊബൈൽ ഫോണോ ബാഗോ ഒന്നും കയ്യിൽ കരുതാൻ പാടില്ല. പീസ്ഫുള്ളായ ഒരു സ്ഥലമാണ്.